മോളെ നീ വന്നേ, കത്ത്. മുരുകന്റെ എഴുത്താ? ദൈവമേ, ഒന്ന് വായിച്ചു നോക്ക് മോളെ, ഒന്ന് വായിക്കേ. അയ്യോ, മുരുകന്റെ. ദൈവമേ, എന്നാ ഞാൻ പോട്ടെ? അയ്യോ, അങ്ങനെ പോയാൽ പറ്റില്ല. ആദ്യമായിട്ട് മുരുകന്റെ കത്ത് കൊണ്ടുവന്ന ആളല്ലേ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. മോളെ ചായ ഉണ്ടാക്കി പോയി ഇല്ലേ? വാ. നിങ്ങൾ സത്യത്തിൽ പോസ്റ്റ് മാനല്ല, എന്റെ പോസ്റ്റ് മോനാ. ഇഞ്ഞു വന്നേ. വാ വാ വാ. ഇതാര്? നാണപ്പേട്ടനോ? വാ. നല്ല പാലുള്ളതിനാണല്ലോ. എന്നാലും എന്നോടിച്ച് അത് വേണ്ടായിരുന്നു. തന്നോണ്ടിരുന്ന പാല് നിർത്തിക്കളഞ്ഞതെന്താ? അത് പിന്നെ എങ്ങനെയാ? പാല് കൊണ്ടുവരുന്ന പെണ്ണിന്റെ പുറത്ത് കയറി കിടന്ന പിന്നെ പെണ്ണ് വരും? അയ്യോ, അത് കയ്യബദ്ധം പറ്റിയതാ, ഒരു കൊല കാരണം. എന്ത് അബദ്ധമായാലും പെണ്ണിന് ഈ കടയിലോട്ടില്ല. എന്നാ പിന്നെ പാല് നിങ്ങൾ തന്നാ മതി. അങ്ങനെ നിർബന്ധമാണെങ്കിൽ പെണ്ണിന്റെ അപ്പന്റെ അടുത്ത് കൊടുത്തു വിടാം. അത് വേണ്ട. ഒന്നേ മോള് കൊണ്ടുവരണം, അതെ അമ്മ കൊണ്ടുവരണം. അപ്പം പാല് കൊണ്ടുവരണ്ട. ഉണ്ണിക്കുട്ടിന് അപ്പം മുട്ട എടുക്കട്ടെ? ദിവസവും അപ്പവും മുട്ടയും തിന്നാൻ എനിക്ക് കലപ്രദ്യോഗമൊന്നും അല്ലല്ലോ. ഞാനൊരു പാവം പോസ്റ്റ്മാനാ, എനിക്ക് ദോശ മതി. അയ്യോ ചേച്ചി, ചമ്മന്തി മതിയായിരുന്നു. ഓ, ഇത് മുട്ടക്കറിയുടെ ചാറാ. ഉണ്ണിയുടെ ദോശക്കടിക്ക് മുട്ട. ഈ കത്തികളൊക്കെ പൊന്നാനിക്ക് കൊണ്ടുപോണ്ടാ. അയാൾ വരുന്ന ബഹളം വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? മോളെ മോളെ, കത്തുണ്ടോ നോക്കിയേ. എന്ത് ചെയ്ത്? ഇത് ഗംഗാരനാർക്കുള്ള പറഞ്ഞ പോലെ എന്നും കത്തയക്കാൻ അവനെന്താ ഭ്രാന്തുണ്ടോ? അപ്പൊ നീ ഒറ്റ വിചാരിയുള്ളൂ, മുരുകന്റെ കത്ത് വന്നോ മുരുകന്റെ കത്ത് വന്നോന്ന്. എന്നാ ഞാൻ പോട്ടെ? മോളെ രാധേ, രാധേ എവിടെ? മോളെ എവിടെ വിള? എന്താ ഇത് കണ്ട? മുരുകന്റെ കത്ത് പിന്നെയും വന്നു. അയ്യോ, പോസ്റ്റ്മാനി കത്ത് കാണപ്പോ എന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം. അതുകൊണ്ട് പോസ്റ്റ്മാൻ ഉണ്ണിക്ക് ഊണുന്നു ഇവിടെയാ. എന്താ
അപ്പന് മീനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് മോള് ജാനകിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ മീൻ എന്തെങ്കിലും ഒന്ന് നോക്കിട്ട് വാ. ശരി. എന്തെങ്കിലും കാണും. ശരി, ചെല്ല്. അപ്പാ. ഈശ്വര ഭഗവാനീശ്വര. ജാനി ചേച്ചി, ജാനി ചേച്ചി. എന്താ രാധക്കുട്ടി? കുറച്ച് മീനുണ്ടോ കിട്ടാൻ? അയ്യോടി, ഈ നേരത്തോ? ഉണക്കമീൻ മതിയോ? ആ മതി. എന്നാ വാ. കറികളൊക്കെ നന്നായിട്ടുണ്ടാവോ? ദൈവത്തിനറിയാം. അസലായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വന്ന പിന്നെ ഇത്ര നല്ല ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. എല്ലാം എന്റെ കുട്ടിയുടെ കൈപ്പുണ്യ, മുരുകന്റെ ഭാഗ്യ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്ല, നല്ലൊരു കാപ്പിയോ ചായയോ ഊണോ കഴിക്കണമെന്ന് തോന്നുമ്പോ ഇങ്ങോട്ട് വരിക. ആ, ശരി, ശരി. ആയിക്കോട്ടെ. ആ, ശരി. ആ. അപ്പൊ എന്നെ തിരിച്ചറിയും. ആനാ കാളിമുത്തുവിന് പണം കൊടുക്കാനുള്ള കാര്യം മാത്രം അറിയും. മുത്തു വളരെ കഷ്ടത്തിലാ, അതുകൊണ്ടാ എന്നോട് ക്ഷമിക്കണം. മുത്തു എല്ലാരോടും ക്ഷമിച്ചാ മുത്തു തിണ്ടിയാകില്ലേ? മുത്തുവിന് പണവും പലിശയും ഇപ്പൊ വേണം. പണത്തിന് പണം തന്നെ വേണ്ട മുത്തു. എന്റെ കയ്യിലിപ്പോ പണമായിട്ട് തന്നെ വേണമെന്നില്ല. തങ്കം പോലൊരു മോളുണ്ടല്ലോ, കൊല്ല എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? മുത്തൂന് ഇത്തിരി സ്നേഹം കിട്ടിയാ മതി. മോളുടെ കയ്യിൽ നിന്ന് പലിശയായിട്ട് കൂട്ടിക്കൊള്ളാം. മുത്തു, മാനം ഞങ്ങൾക്ക് ജീവനേക്കാൾ വലുതാ. ചോദിക്കാൻ ആളില്ലെന്ന് കരുതണ്ട. നിന്റെയൊക്കെ ഒരു മാനം മുത്തുവിന്റെ പണവും പലിശയും തന്നില്ലെങ്കിൽ ആ മാനം പപ്പടം പൊടിക്കുന്ന പോലെ ഞാൻ പൊടിക്കും. ഉരുക്ക് ചതക്കണ കൈയാടായത്. ആ നായ്. എന്താ ഇതപ്പാ? എന്ത് പറ്റി? വയ്യ മോളെ, ഇനിയും എന്നെ കൊണ്ട് ക്ഷമിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ പോവാ. അപ്പൻ എങ്ങോട്ട് പോവാൻ? മുരുകന്റെ അടുത്തേക്ക്. എങ്ങനെയാ അവനെ കണ്ടുപിടിച്ച് വിളിച്ചോണ്ട് വരും ഞാൻ. അപ്പനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? വേണ്ടപ്പ, അയാൾ വരുമ്പോ വരട്ടെ. പറ്റില്ല മോളെ. ഇപ്പൊ ഈ കണ്ണില് എന്റെ നെഞ്ചിനകത്താ. അപ്പൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. മോളെ, അപ്പൻ രാത്രി വീട്ടിലുണ്ടാവില്ല. മോള് വീട് പൂട്ടി അപ്പുറത്തെ ലക്ഷ്മിയടുത്ത വീട്ടിൽ പോയി കിടന്നോ. ശരിപ്പാ. ആ ഉണ്ണിയോ, നന്നായി. മോനെ കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ.
ഉണ്ണേ ഞാൻ മുരുകന്റെ അടുത്തേക്ക് പോവാ. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ അവളെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ വരുന്നത് വരെ. ഞാൻ പോട്ടെ. അപ്പനില്ലാത്ത രാത്രിയിൽ ഞാൻ ഇന്നേവരെ ഒറ്റയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഒറ്റയ്ക്കല്ലല്ലോ, കൂടെ ഞാനുമില്ലേ. ഒരു രാത്രിയല്ല, 1000 രാത്രിയിൽ വേണമെങ്കിലും ഞാൻ കൂടിയിരിക്കും. പക്ഷേ മുരുകൻ വന്ന് നിന്റെ കൈ പിടിച്ച് കൂടെ കൊണ്ടുപോയ ഈ ഉണ്ണി എന്ത് ചെയ്യും? നീ ഈ പ്രകൃതിയേക്കാൾ എത്ര മനോഹരിയാണ്. വേണ്ട ഉണ്ണി, വേണ്ട, എനിക്ക് പേടിയാ. ഉണ്ണി നിനക്ക് ഭയമാണ്. അപ്പൊ നീ മുരുകന്റെ പെണ്ണാ. മുരുകന് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ? ഇല്ല ഉണ്ണി, മുരുകന് കൊടുക്കാൻ എന്റെ അടുത്ത് എന്താണുള്ളത്? ഇല്ല, ഒന്നുമില്ല.